Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Students arraigned are notorious criminals. അറൈൻ എന്നാൽ കുറ്റം ചുമത്തുക എന്നാണ് അർത്ഥം. പരസ്യമായി ദോഷാരോപണം ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. കുറ്റം ചുമത്തപ്പെട്ട വിദ്യാർത്ഥികൾ. നൊട്ടോറിയസ് എന്നാൽ കുപ്രസിദ്ധമായ എന്നുള്ള അർത്ഥമാണ്. കുൽസിതമായിട്ടുള്ള, അപകീർത്തിപരമായ, ഇതൊക്കെയാണ് അർത്ഥം. ഈ കുറ്റം ചുമത്തപ്പെട്ട വിദ്യാർത്ഥികൾ കുപ്രസിദ്ധരായിട്ടുള്ള കുറ്റവാളികളാണ്, ക്രിമിനലുകളാണ്. സ്റ്റാബ്ഡ് വിത്ത് കോമ്പസ്. സ്റ്റാബ് എന്നാൽ കുത്തുക എന്നുള്ള അർത്ഥമാണ്. കോമ്പസ് കൊണ്ട് കുത്തി. ആഫ്റ്റർ അതിനുശേഷമാണ് കുത്തിയത്. ടൈയിങ് ഹാൻഡ്. ടൈ എന്നാൽ കെട്ടുക. ടൈയിങ് ഹാൻഡ്സ് കൈകൾ കെട്ടിയിടുന്നു. ആൻഡ് ലെഗ്സ് കൈകളും കാലുകളും കെട്ടിയിട്ടു. അതിനുശേഷം കോമ്പസ് കൊണ്ട് കുത്തി. വിഷ്വൽസ് ദൃശ്യങ്ങൾ. സർഫസ് എന്നാൽ കാണപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഈ ദൃശ്യങ്ങൾ കാണപ്പെടുന്നു. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ നൊട്ടോറിയസ് ക്രിമിനലുകളാണ്. ഈ കുറ്റം ചുമത്തപ്പെട്ട വിദ്യാർത്ഥികൾ കൈകളും കാലുകളും കെട്ടിയിട്ടതിന് ശേഷം കോമ്പസ് കൊണ്ട് കുത്തി. ആ ദൃശ്യം ആകമാനം കാണപ്പെടുന്നു. കോട്ടയം. ദ റാഗിംഗ് വിഷ്വൽസ്. ഈ റാഗ് ചെയ്യുന്ന ദൃശ്യങ്ങൾ. വിറ്റ്നസ് സാക്ഷ്യം വഹിച്ചു. അറ്റ് ദ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഇൻ കോട്ടയം ഹാവ് സർഫസ്ഡ്. ഈ റാഗിംഗ് ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വീഡിയോ ഇത് എവിടെയാണ് കാണപ്പെട്ടത്? ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോട്ടയത്തിലാണ് ഈ വീഡിയോ കാണപ്പെട്ടത്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ദ വിഷ്വൽസ് ദൃശ്യങ്ങൾ. ഷോ കാണിക്കുന്നു. ദ കംപ്ലൈനൻറ്റ് പരാതിക്കാരൻ. ബീയിങ് ടൈഡ് അപ്പ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഹരാസ്ഡ് ഇൻ ദ കോളേജ് ഹോസ്റ്റൽ. അങ്ങനെ ആ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. ഇതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ആ പരാതിക്കാരനെ അങ്ങനെയാണ് കാണുന്നത്. കെട്ടിയിട്ടിട്ട് ആക്രമിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ ഇതാണ് കാണിക്കുന്നത്. ഹിസ് എൻറ്റയർ ബോഡി അവൻ്റെ ശരീരം. ആകമാനം. എൻറ്റയർ എന്നാൽ ആകമാനം എന്നാണ് അർത്ഥം. ഹിസ് എൻറ്റയർ ബോഡി അവൻ്റെ ശരീരം ആകമാനം. ഈസ് ബീയിങ് സ്റ്റാബ്ഡ് കുത്തേറ്റുകൊണ്ടിരിക്കുന്നു. വിത്ത് എ കോമ്പസ് ഒരു കോമ്പസ് കൊണ്ട് ശരീരം ആകമാനം ഏറ്റുകൊണ്ടിരിക്കുന്നു. ദ വിഷ്വൽസ് ദൃശ്യങ്ങൾ. ഷോ കാണിക്കുന്നു. ദ അക്യൂസ്ഡ് എന്നാൽ പ്രതികൾ എന്നാണ് അർത്ഥം. ഒരു പ്രതിയാണെങ്കിലും ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെങ്കിലും അക്യൂസ്ഡ് എന്ന് തന്നെയാണ് പറയുക. അക്യൂസ്ഡ് പ്രതികൾ. ഇഞ്ചറിങ് പ്രഹരിക്കുന്നു, കുത്തുന്നു, വേദനിപ്പിക്കുന്നു. ദ കംപ്ലൈനൻസ് പ്രൈവറ്റ് പാർട്സ് ആ പരാതിക്കാരൻ്റെ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വ്രണപ്പെടുത്തുന്നു. ഈ പ്രതികൾ. ഇതാണ് ആ ദൃശ്യം കാണിക്കുന്നത്. ദ കംപ്ലൈനൻറ്റ് പരാതിക്കാരൻ. ഈസ് ബീയിങ് സ്റ്റാബ്ഡ് അവന് കുത്തേറ്റുകൊണ്ടിരിക്കുന്നു, മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റിപ്പീറ്റഡ്ലി തുടർച്ചയായി. വിത്ത് ദ കോമ്പസ് ആ കോമ്പസ് കൊണ്ട് തുടർച്ചയായിട്ട് അവന് കുത്ത് ഏറ്റുകൊണ്ടിരിക്കുന്നു. മീൻവൈൽ അതേസമയം. ദ സ്റ്റുഡൻറ്റ് ക്യാൻ ബി ഹേർഡ് ആ വിദ്യാർത്ഥിയെ കേൾക്കാൻ സാധിക്കുന്നു. സ്ക്രീമിങ് ഇൻ പെയിൻ വേദന കൊണ്ട് ആ കുട്ടി അലറുന്നതായിട്ട്, ആ വിദ്യാർത്ഥി അലറുന്നതായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. ക്യാൻ ബി ഹേർഡ് എന്നാൽ കേൾക്കാൻ സാധിക്കുന്നു എന്നാണ് അർത്ഥം. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ അപ്ലൈഡ് ലോഷൻ ടു ദ ഇഞ്ചേർഡ് ഏരിയ ആ പരിക്കേറ്റിട്ടുള്ള മുറിവുകളുള്ള സ്ഥലത്ത് ലോഷൻ പുരട്ടുന്നു. ആ സമയത്ത് ആ കുട്ടി വേദന കൊണ്ട് കരയുന്നതായിട്ടും അതേസമയം കാണാൻ സാധിക്കുന്നു. ദ ഷോക്കിംഗ് വിഷ്വൽസ് ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. വിൽ മേക്ക് യു തിങ്ക് നിങ്ങളെ ചിന്തിപ്പിക്കും എന്നാണ് അർത്ഥം. വിൽ മേക്ക് യു തിങ്ക് ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കും. വെദർ ഓൾ ദീസ് ആർ ഹാപ്പനിങ് ഇൻ കേരള ഇതാണ് നിങ്ങളെ ചിന്തിപ്പിക്കുക. ഈ സംഭവിക്കുന്നതെല്ലാം കേരളത്തിൽ തന്നെയാണോ എന്ന് നിങ്ങളെ ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ചിന്തിപ്പിക്കും. വെദർ എന്നാൽ ആണയോ അല്ലയോ എന്ന് ആണ് അർത്ഥം. വെദർ ഓൾ ദീസ് ആർ ഹാപ്പനിങ് ഇൻ കേരള. ദ സീൻസ് ദൃശ്യങ്ങൾ. ദ
ദ സീൻസ് ആർ സോ ഹൊറിഫിക്. ഹൊറിഫിക് എന്നാൽ ഭീതിപ്രദമായ എന്നുള്ള അർത്ഥമാണ്. ഈ ദൃശ്യങ്ങൾ വളരെ ഭീതിപ്രദമായതാണ്, പേടിപ്പെടുത്തുന്നതാണ്. വിച്ച് അത്, ഈ ദൃശ്യങ്ങൾ കനോട്ട് ബി ഷോൺ ഔട്ട്സൈഡ്, പുറത്ത് കാണിക്കാൻ സാധിക്കുകയില്ല, പുറത്ത് കാണിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇതെല്ലാം. 6 ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഓഫ് ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ്. 6 ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഗാന്ധിനഗർ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ നേരിട്ടു ബ്രൂട്ടൽ ടോർച്ചർ. ബ്രൂട്ടൽ എന്നാൽ നിഷ്ഠൂരമായ എന്നുള്ള അർത്ഥം, മൃഗീയമായ. ടോർച്ചർ എന്നാൽ പീഡനം. ഇൻ ദ ബോയ്സ് ഹോസ്റ്റലിൽ ഈ 6 ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വളരെ മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ നേരിട്ടു. ദ കോർട്ട് ഹാസ് റിമാൻഡഡ്, കോടതി റിമാൻഡ് ചെയ്തു 5 ഓഫ് ദ അറസ്റ്റഡ് ഇൻ ദ ഇൻസിഡൻറ്റ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ 5 പേരെ കോടതി റിമാൻഡ് ചെയ്തു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്തു. ദേ ആർ ഹരാസ്ഡ് ബൈ ത്രെറ്റനിങ് ദം വിത്ത് എ നൈഫ്, അവർ പ്രഹരിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു, പീഡിക്കപ്പെട്ടു. ബൈ ത്രെറ്റനിങ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ദം വിത്ത് എ നൈഫ്, അവരെ ഒരു കത്തി കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ പീഡിപ്പിച്ചു, അവർ പീഡിപ്പിക്കപ്പെട്ടു. ദേ ആർ ഹരാസ്ഡ്, അവർ പീഡിപ്പിക്കപ്പെട്ടു. ബൈ ത്രെറ്റനിങ് ദം വിത്ത് എ നൈഫ്, അവർ കത്തി കാട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ പീഡിപ്പിക്കപ്പെട്ടു. ദേ ഷുഡ് ബി പെയ്ഡ്, അവർക്ക് നൽകണം ₹800, 800 രൂപ അവർക്ക് നൽകണം. ടു ബൈ ആൽക്കഹോൾ, അവർക്ക് ആൽക്കഹോൾ വാങ്ങാൻ വേണ്ടിയിട്ട് 800 രൂപ അവർക്ക് നൽകണം. ഇഫ് ദേ ഡു നോട്ട്, അവർ നൽകിയില്ലെങ്കിൽ, അവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, ദേ വിൽ ബി ബീറ്റൺ ആൻഡ് ഗ്രാബ്ഡ്, അവരെ പിടിച്ച് ആക്രമിക്കും, അവർ ആക്രമിക്കപ്പെടും. അവർക്ക് 800 രൂപ നൽകണം ഈ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടും. ദേ കം ഡ്രങ്ക് അറ്റ് നൈറ്റ് ആൻഡ് സ്റ്റാർട്ട് ന്യൂ ടോർച്ചേഴ്സ്. ദേ കം ഡ്രങ്ക്, അവർ കുടിച്ചിട്ട് വരുന്നു, മദ്യപിച്ചിട്ട് വരുന്നു. അറ്റ് നൈറ്റ്, രാത്രിയിൽ. ആൻഡ് സ്റ്റാർട്ട് ന്യൂ ടോർച്ചേഴ്സ്, അങ്ങനെ അവർ വന്നിട്ട് പുതിയ പീഡനങ്ങൾ ആരംഭിക്കും. ദ ചിൽഡ്രൻ സെഡ്, കുട്ടികൾ പറഞ്ഞു. ദ ഹരാസ്മെൻറ്റ്, പീഡനം സ്റ്റാർട്ടഡ്, ആരംഭിച്ചത് ഓൺ November 4, നവംബർ 4-ാം തീയതിയാണ് ഈ പീഡനം ആക്രമിച്ചത് എന്ന് കുട്ടികൾ പറഞ്ഞു. വെൻ ക്ലാസ്സസ് സ്റ്റാർട്ടഡ്, ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ എന്നാണ് November 4, അങ്ങനെ ക്ലാസ്സുകൾ ആരംഭിച്ചു. 4-ാം തീയതിയാണ് ഈ പീഡനങ്ങൾ ആരംഭിച്ചത് എന്ന് ഈ കുട്ടികൾ പറഞ്ഞു. There are only 6 boys in the first year general nursing batch. ഫസ്റ്റ് ഇയർ ജനറൽ നഴ്സിംഗ് ബാച്ചിൽ 6 ആൺകുട്ടികൾ മാത്രമാണ് ഉള്ളത്. ദ വിക്ടിംസ് ആർ 5 നേറ്റീവ്സ് ഓഫ് തിരുവനന്തപുരം ആൻഡ് 1 ഫ്രം ഇടുക്കി. ദ വിക്ടിംസ് എന്നാൽ ഇരകൾ. ഈ ഇരകൾ 5 പേർ തിരുവനന്തപുരത്ത് നിന്നുള്ളവരാണ്, ഒരു വ്യക്തി ഇടുക്കിയിൽ നിന്നുള്ളതാണ്. അങ്ങനെ 6 പേരാണ് ഹോസ്റ്റലിൽ ഉള്ളൂ. തേർഡ് ഇയർ സ്റ്റുഡൻസ് അറസ്റ്റഡ് ആർ സാമുവൽ ജോൺ 20 ഓഫ് കോട്ടയം, വിവേക് 21 ഓഫ് നെടുങ്ങാട്, ജീവ 19 ഓഫ് വയനാട്, റിജി ജിത്ത് 20 ഓഫ് മഞ്ചേരി ആൻഡ് രാഹുൽ രാജ് 22 ഓഫ് വണ്ടൂർ. ഈ 3-ാം വർഷ വിദ്യാർത്ഥികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ദേ ഹാവ് ബീൻ സസ്പെൻഡഡ് ഫ്രം ദ കോളേജ്, അവരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ദേ ഹാവ് ബീൻ സസ്പെൻഡഡ് എന്നാൽ അവരെ സസ്പെൻഡ് ചെയ്തു. ഫ്രം ദ കോളേജിൽ നിന്നും അവരെ സസ്പെൻഡ് ചെയ്തു. ദ കോളേജ് അതോറിറ്റീസ് സെഡ്, കോളേജ് അധികാരികൾ പറഞ്ഞു. ദാറ്റ് എ കമ്മീഷൻ ഹാസ് ബീൻ സെറ്റപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് കോളേജ് അധികാരികൾ പറഞ്ഞു. The outside world came to know about the incident when the student who was beaten up for not giving the money to buy liquor the other day informed his parents. The outside world came to know, ഈ ലോകം ഇത് അറിഞ്ഞു. about the incident, ഈ സംഭവത്തെപ്പറ്റി. when അപ്പോൾ
വെൻ ദ സ്റ്റുഡൻറ്റ് ഹു വാസ് ബീറ്റൺ അപ്പ്, ഈ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥി എന്തിന്, ഫോർ നോട്ട് ഗിവിങ് ദ മണി, അവർക്ക് പണം നൽകാത്തതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥി. ടു ബൈ ലിക്വർ വാങ്ങാൻ വേണ്ടി, മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് പണം നൽകാത്ത വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടു. ദി അതർ ഡേ, മറ്റൊരു ദിവസം ഇൻഫോംഡ് ഹിസ് പാരൻസ്, അവൻ്റെ മാതാപിതാക്കളെ ഈ സംഭവം അറിയിച്ചു, ഈ സംഭവത്തെപ്പറ്റി. അങ്ങനെയാണ് ഈ കാര്യം പുറത്തറിഞ്ഞത്.